ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ പല എക്സ്പേർട്ടുകളും, അതായത് പല എക്സ്പേർട്ടുകളെന്ന് സ്വന്തമായിട്ട് അഭിപ്രായപ്പെടുന്ന പല വിരുദ്ധന്മാരും അന്തിച്ചർച്ചയിൽ വന്നിരുന്ന് പല രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതായത് ചുമ്മാ അങ്ങ് തട്ടി വിടുകയാണ്. അതായത് ഇറാൻ 20% അവരുടെ മിസൈൽ കപ്പാസിറ്റിയെ അവർ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതുവരെ. അതുപോലെ തന്നെ ഇറാൻ്റെ ഫുൾ ഫ്ലഡ്ജിലുള്ള ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യം തന്നെ ഇല്ലാതായി പോകും. ഇങ്ങനെയൊക്കെ വന്നിരുന്നെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയയിൽ നിങ്ങൾ തള്ളുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ യാതൊരു ബോധ്യവുമില്ലാണ്ട്, ഒരു അവയർനെസ്സും ഇല്ലാണ്ട് ചുമ്മാ അങ്ങ് പറയുകയാണ്. റഷ്യ അവരുടെ ടെക്നോളജിയാണ് ഏറ്റവും കൂടുതൽ ഇറാന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഇനിയൊരു 2 ആഴ്ച കൂടി ഈ ഒരു യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യം തന്നെ ഇല്ലാതായി പോകും എന്നുള്ള രീതിയിലാണ് വന്നിരുന്ന് തള്ളുന്നത്. ഇറാന് ഇപ്പം നമ്മൾ ഇറാനെയോ ഇസ്രായേലെയോ അല്ലെങ്കിൽ അവരെ രണ്ടുപേരുടെയും ഈ ഒരു ഡിഫൻസ് പവറിനെയോ അല്ലെങ്കിൽ മിലിറ്ററി പവറിനെയോ ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇറാൻ 2003 ഈ മിസൈൽ രംഗത്ത് കൂടുതൽ കടന്നു വരുന്നത്. അതിന് സപ്പോർട്ട് ചെയ്തത് നോർത്ത് കൊറിയയാണ്. ഇപ്പോഴും റഷ്യയ്ക്ക് വേണ്ട മിസൈലുകൾ പോയി മേടിക്കുന്നത് നോർത്ത് കൊറിയയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകളായിക്കോട്ടെ, അതേപോലെ ഷോർട്ട് റേഞ്ച് മിസൈലുകളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഉക്രൈനിലെ സെലൻസ്കി പലവട്ടം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് നോർത്ത് കൊറിയയാണ് കൊണ്ട് സപ്ലൈ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ പുടിൻ നോർത്ത് കൊറിയ സന്ദർശിക്കുകയും അവിടെ കിം ജോങ് ഉന്നുമായിട്ട് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് റെഡിയാക്കി അവിടെ നിന്നാണ് കംപ്ലീറ്റ് ആയുധങ്ങളും ഇപ്പോൾ സപ്ലൈ നടത്തുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഡ്രോൺ വരുന്നത് ചൈനയുടെ ഭാഗത്തു നിന്നാണ്. പിന്നെ റഷ്യ ഇപ്പം ഉക്രൈൻ്റെ ഉള്ളിൽ എൻഗേജ്ഡ് ആയിരിക്കുകയാണ്. എത്ര വർഷമായിട്ട് എൻഗേജ്ഡ് ആയിരിക്കുകയാണ്? റഷ്യയുടെയും നോർത്ത് കൊറിയയുടെയും ചൈനയുടെയും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഇല്ലാതാക്കി കളയും എന്നുള്ള നിലയിലാണ് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറയുകയാണ്. അതായത് ഇത് ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോധ്യവും ഇല്ലാതെയാണ് ഈ വിഷയങ്ങളൊക്കെ പറയുന്നത്. ഇറാൻ അവരുടെ 20% മിസൈൽ കപ്പാസിറ്റി മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഇറാൻ അവരുടെ മിസൈൽ ഷോർട്ടേജ് കൊണ്ട് ലിമിറ്റഡ് മിസൈൽസ് ആണ് അവരിപ്പം ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ആണെങ്കിൽ ഇറാൻ്റെ ഉള്ളിൽ സ്ട്രാറ്റജിക് ലൊക്കേഷൻസ് ആണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഇറാൻ ഉണ്ടായിരിക്കുന്ന നഷ്ടം ചെറുതല്ല. ഇറാൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ലൈഫ് ലോസ്, എത്ര വിലപ്പെട്ട ജീവനാണ് നഷ്ടപ്പെട്ടത്. 7 ഹൈ റാങ്കിങ് ഉദ്യോഗസ്ഥർ, അതിനുപരിയായിട്ട് 10-14 ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ, ഇതിലുപരിയായിട്ട് ടാർഗറ്റീവ് മെഷേഴ്സ് അറ്റാക്കാണ് ഇറാന്റെ ഉള്ളിൽ പല സ്ഥലങ്ങളിൽ. ഇതിനകത്ത് അറ്റാക്ക് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാം നടക്കുന്ന ആ ഒരു ലൊക്കേഷൻസ് അല്ലാണ്ട് മറ്റുള്ള മേഖലകളിൽ മറ്റുള്ള മിലിറ്ററി മേഖലകളിൽ എയർ ഡിഫൻസ് സിസ്റ്റം തകർക്കുന്നത്, ലോഞ്ച് പാഡുകൾ തകർക്കുന്നത്, മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സുകൾ, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സുകൾ, ഇന്റലിജൻസ് ഓഫീസ് ഹെഡ്ക്വാർട്ടേഴ്സുകൾ, ഫോറിൻ മിനിസ്ട്രി ഹെഡ്ക്വാർട്ടേഴ്സുകൾ എല്ലാം തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഉള്ളിൽ നിന്നും വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ഭയാനകമായ വാർത്തകളാണ്. അവിടെ നിന്ന് ഇറങ്ങി വന്ന സ്റ്റുഡൻസ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റുകൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇറാന്റെ ഉള്ളിലുള്ള സ്ഥിതി എന്താണെന്നുള്ളത്. ആ ഒരു സ്ഥിതിഗതികൾ അങ്ങനെ ഇരിക്കെ തന്നെയാണ് ഈ വാർത്തകളൊക്കെ ഇവർ കേൾക്കുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഇറാന്റെ ഉള്ളിൽ ഇസ്ഫഹാൻ, സെഫഹാൻ, ഷഹാർ, തബ്രീസ്, നോർത്തേൺ ഇറാൻ, മഷാദ് എന്ന് പറഞ്ഞാൽ എയർപോർട്ടൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്, മഷാദ് എയർപോർട്ട്, നോർത്തേൺ ഇറാൻ, ഷിറാസ്, സൗത്ത് ഇറാൻ, ഇങ്ങനെ പല മേഖലകളായിട്ട് ഇസ്രായേൽ പല സെക്ഷനായിട്ടാണ് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 700 അടുപ്പിച്ച ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 2000-ലധികം ആൾക്കാർ ഇഞ്ചൂർഡാണ്. നേരെ മറിച്ച് ഇസ്രായേലിന്റെ ഡിഫൻസ് സിസ്റ്റത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ഘോര സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ മഹാന്മാർ പറയുന്നത് അയൺ ഡോം എക്സ്പോസ്ഡ്, ഹെഡിങ് തന്നെ ഇട്ടിരിക്കുകയാണ് അയൺ ഡോം എക്സ്പോസ്ഡ് എന്ന്. ഈ അയൺ ഡോം എന്ന് പറയുന്നത് അവിടെ ഡ്രോണുകൾ, ഈ അയൺ ഡോം എന്ന് പറയുന്നത് ഈവൻ ഡ്രോണിനെ പോലും ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിസ്റ്റമാണ് അയൺ ഡോം. അയൺ ഡോം എന്ന് പറയുന്നത് ചെറിയ ഷോർട്ട് റേഞ്ച് മിസൈലുകളെ 53 മൈൽ കപ്പാസിറ്റി ദൂരത്ത്, ആ ദൂരപരിധിയിൽ വരുന്ന ഷോർട്ട് റേഞ്ച് മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അയൺ ഡോം. എന്നിട്ട് പറയുകയാണ് ഈ ഇറാനിൽ നിന്ന് വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിൽ അയൺ ഡോം പരാജയപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് മെയിൻ സ്ട്രീം മീഡിയയിൽ തമ്പനയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ ആ ഒരു ഇഗ്നോറൻസ് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ. ഇത് ശരിക്കും പറഞ്ഞാൽ അറിവില്ലായ്മയാണ് എക്സ്പോസ്ഡ് ആവുന്നത്, അതായത് ആ മെയിൻ സ്ട്രീം മീഡിയകളുടെ അറിവില്ലായ്മ. ഈ ആരോ എന്ന് പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റമാണ് ശരിക്കും 100 കിലോമീറ്റർ റേഞ്ച് പരിധിയിൽ വരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് ആരോ. പിന്നെ ഇതിലെല്ലാം മേളിൽ വെച്ചിരിക്കുന്നതാണ് താഡ് സിസ്റ്റം, THAAD സിസ്റ്റം. അത് അമേരിക്കൻ മെയ്ഡ് സിസ്റ്റമാണ്. അത് ശരിക്കും 200 കിലോമീറ്റർ ദൂരപരിധിയിൽ വരുന്ന മിസൈലുകൾ, അത് ബാലിസ്റ്റിക് ആയാലും ശരി, ഏത് മിസൈൽ ആയാലും ആരോ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്റർസെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഒരു 25 മിസൈൽ ഫോർ എക്സാമ്പിൾ ഇറാൻ ഇസ്രായേലിലോട്ട് വിടുന്നെങ്കിൽ
ഒരു 5 മിസൈൽ മാത്രമേ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി 20 എണ്ണം ഇസ്രായേലിന്റെ ഉള്ളിൽ പതിച്ചു എന്ന് പറയുന്നെങ്കിൽ ഓക്കെ. ഒരു 100 മിസൈലുകൾ ഇറാൻ വിടുന്നെങ്കിൽ ഒരു 10 മിസൈൽ മാത്രമേ പതിക്കുന്നുള്ളൂ, 90 മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എയർ ഡിഫൻസ് സിസ്റ്റം ഫെയിലിയർ എന്നാണോ? രണ്ട് രാജ്യങ്ങളുടെയും കപ്പാസിറ്റി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഒരു മിലിറ്ററി സ്ട്രാറ്റജിയെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാൻ. അല്ലാതെ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ മെയിൻ സ്ട്രീം മീഡിയയിൽ വന്നിരുന്ന ആൾക്കാർ തള്ളുന്നുണ്ട്. ഞാൻ മാക്സിമം ആൾക്കാർ ഇറാൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാനാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദം വളർത്തുകയും ഈ പ്രോക്സികളെ വെച്ച് ഇസ്രായേലെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതുപോലെ അമേരിക്ക പുതിയ സാങ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇറാനെതിരെയാണ്. അതായത് ഇറാനിന് ആയുധം സപ്ലൈ ചെയ്യുന്ന ഒരു ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഹോങ്കോങ് ബേസ്ഡ് ഷിപ്പിംഗ് കമ്പനി, അപ്പോൾ അതുകൊണ്ട് ഹോങ്കോങ് ബേസ്ഡ് ഷിപ്പിംഗ് കമ്പനിക്ക് സാങ്ഷൻസ്. അതേപോലെ തന്നെ അതിൽ ആ ഒരു കമ്പനി ചൈനയുമായിട്ട് കണക്റ്റഡ് ആണ്, അപ്പോൾ അതുകൊണ്ട് ചൈനീസ് കമ്പനിക്കും സാങ്ഷൻസ്. അതിലുപരിയായിട്ട് ഈ കുറച്ച് വെപ്പൺസ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഇതേ സെയിം കമ്പനി തുർക്കിയുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനിയെ ബാൻ ചെയ്തതിലൂടെ തുർക്കി, ഹോങ്കോങ്, ചൈന ഈ 3 രാജ്യങ്ങൾക്കും ചുരുക്കത്തിൽ ഒരു സാങ്ഷൻ വീണിരിക്കുകയാണ്. ആ സാങ്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ സാങ്ഷനാണ്, പക്ഷേ ഈ സാങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇറാന് ഈ ഒരു വെപ്പൺ സപ്ലൈ നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇറാന്റെ വെപ്പൺ സപ്ലൈ അങ്ങനെ പെട്ടെന്നൊന്നും ചൈന നിർത്തില്ല. ഇറാന്റെ ഈ ഒരു റെജീം താഴെ വീഴരുത് എന്ന് ഏറ്റവും കൂടുതൽ ഇപ്പം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ചൈനയാണ്. അതുകൊണ്ട് അവർ തലങ്ങും അവർക്ക് ആയുധങ്ങൾ നൽകി എങ്ങനെയെങ്കിലും ഇറാന്റെ ഈ ഒരു റെജീമിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അത് ഉറപ്പായിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇറാൻ റഷ്യൻ ഹാക്കേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന സ്ട്രീറ്റ് ക്യാമറ, പബ്ലിക് സെക്യൂരിറ്റി ക്യാമറാസ്, ആ ക്യാമറാസിന്റെ ആക്സസ് ഹാക്ക് ചെയ്തുകൊണ്ട് ഇസ്രായേലിന്റെ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതായിട്ട് ഇസ്രായേൽ തന്നെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്നുണ്ട്. അതായത് ഈ സെക്യൂരിറ്റി ക്യാമറ എന്ന് പറഞ്ഞാൽ പല നിർണായക സ്ഥലങ്ങളിലും പബ്ലിക് സെക്ടറിൽ പബ്ലിക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറയാണ് റഷ്യൻ ഹാക്കേഴ്സിനെ വെച്ച് ഇറാൻ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് മൊസാദിന് മനസ്സിലാക്കാൻ പറ്റിയത്. അമീർ ഹെജിസാദെ എന്ന് പറഞ്ഞ ആയത്തുൽ ഖമനയുടെ സീനിയർ അഡ്വൈസർ ആയിട്ടിരുന്ന ആ ഒരു വ്യക്തി കൊല്ലപ്പെട്ടതിന് ശേഷം അലി ഷംഖാനി എന്ന് പറഞ്ഞ വ്യക്തിയാണ് അപ്പോയിന്റ് ചെയ്തത്. അപ്പോൾ അലി ഷംഖാനിയും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് 3 ദിവസങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷെ ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് അലി ഷംഖാനി ഹെവിലി ഇഞ്ചൂർഡ് ആണ്, നല്ല രീതിയിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്, ICUവിലാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ അലി ഷംഖാനി രക്ഷപ്പെടാനുള്ള മാർഗം വളരെ കുറവാണ്. പക്ഷേ സീരിയസ് കണ്ടീഷനിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ ഒരു വാർത്ത ഫാർസ് ന്യൂസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ IRGCയുടെയും അൽ ഖ്വയ്ദയുടെയും ലീഡേഴ്സ് അവർ അഫ്ഗാനിസ്ഥാനിൽ അസൈലം സീക്ക് ചെയ്യുന്നതായിട്ട്, അതായത് അഭയം തേടുന്നതായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇവർ ഉദ്ദേശിക്കുന്നത് താലിബാനുകളുമായിട്ട് സംസാരിച്ചിട്ട്, തീർച്ചയായിട്ടും താലിബാനും ഈ അൽ ഖ്വയ്ദയുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ബന്ധമുള്ള സ്ഥിതിക്ക് അവർ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് ഇവിടെ കുറച്ച് നാളത്തേക്ക് ഷെൽട്ടർ തരണം എന്നുള്ള രീതിയിൽ ചോദിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് താലിബാൻ അവിടെ ഡിസ്കഷനിലാണ്. ഇതുവരെ അഫ്ഗാനിസ്ഥാന്റെ ഗവൺമെന്റ് നിങ്ങൾ വന്നോളൂന്നോ വരണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ ഇവർ രക്ഷപ്പെട്ട് അഫ്ഗാനിസ്ഥാനിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇറാൻ ഇപ്പോൾ ഒട്ടും സേഫ് അല്ല എന്നുള്ളതാണ് സെയ്ഫ് അൽ ആദൽ അതേപോലെ അബു അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ 2 തീവ്രവാദികളും ഇറാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലോട്ട് മുങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ പോകുമ്പോഴത്തേക്കും ഈ IRGCയുടെ ഹെൽപ്പ് അവർക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ഹെൽപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽപ്പെട്ട കുറച്ച് ആൾക്കാർ, അതിലും കുറച്ച് ബിരുദന്മാരുണ്ട്. അത് നിങ്ങൾ മാത്രം പോയാൽ പോരാ, പോകുമ്പോഴത്തേക്കും ഞങ്ങളെയും കൂടെ കുറച്ച് പേരെ കൊണ്ടുപോകും. ഈ ഒരു യുദ്ധമൊക്കെ ഒന്ന് അവസാനിച്ച് ഇവിടെ ഒരു സെറ്റിൽമെന്റ് ആകുന്നവരെ ഞങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ കുറച്ച് നാൾ സെക്യൂറായിട്ട് താമസിക്കാം എന്നുള്ള നിലയിൽ ഇവരോടൊപ്പം പോകാൻ വേണ്ടിയിട്ട് കുറേ IRGC ഉദ്യോഗസ്ഥർ റെഡി ആയിട്ടിരിപ്പുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ജനീവയിൽ ഇന്ന് ചർച്ച നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ചർച്ചകൾ നടന്നു. ചർച്ച നടന്നപ്പോഴത്തേക്കും, അതായത് ഇപ്പം യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രാൻസ് ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ പറഞ്ഞത് ഒരു അഭിപ്രായമാണ്. ഈ അഭിപ്രായം വേറെ ഒന്നുമില്ല, US ഡയറക്റ്റ് നെഗോസിയേഷനിലോട്ട് പോകുക എന്നുള്ളതാണ്. അതായത് ഇത്രയും നാളും ഈ ഒമാനിലും ഇറ്റലിയിലൊക്കെ വെച്ച് നടത്തിയല്ലോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നെഗോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് US നെഗോസിയേഷനിൽ പോകുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് നെഗോസിയേഷൻ അന്നേ പോകാമായിരുന്നല്ലോ. അങ്ങനെ ഡയറക്റ്റ് നെഗോസിയേഷന് പോകാൻ തുടങ്ങിയിട്ട് രാവിലെ സംസാരിച്ചെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഉച്ചയ്ക്ക് ശേഷം 25 മിസൈൽ വീണ്ടും ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി തീർച്ചയായിട്ടും ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ ഇറാന് ഡയറക്റ്റ് നെഗോസിയേഷന് പോകാൻ താല്പര്യമില്ല എന്നാണ്. അതാണ് ഇപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ US നടക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇന്നലെ IAEA പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് സെയിം റിപ്പോർട്ടാണ്, ഇതിനകത്ത് ഇറാൻ ആണവായുധം ഉണ്ടാക്കിയത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് IAEA പറഞ്ഞിട്ട് ഇതാ ഇപ്പം വൈറ്റ് ഹൗസ് വീണ്ടും റിപ്പോർട്ട് പറഞ്ഞിരിക്കുകയാണ്. വൈറ്റ് ഹൗസ് പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് ഇതാണ്. ആ സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമാണ്. ഞാൻ ഇതവിടെ വെക്കാം. ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചു നോക്കൂ. അതായത് ഇറാൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, ഏതാണ്ട് 2 ആഴ്ച കൊണ്ട് ആണവായുധം ഉണ്ടാക്കാനുള്ള സ്ഥിതി ഉണ്ടെന്നാണ് വൈറ്റ് ഹൗസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം
അതായത് ഈ അമേരിക്കയുടെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കാരണം രാവിലെ ഒരു റിപ്പോർട്ട്, വൈകുന്നേരം വേറൊരു റിപ്പോർട്ട്, ഇങ്ങനെയാണ് ഇവർ മാറി മാറി റിപ്പോർട്ട് ഇടുന്നത്. ഇപ്പൊ വീണ്ടും പഴയതുപോലെ ബാക്ക് ടു ദ പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇസ്രായേലിന്റെ മൊസാദ് പറഞ്ഞിരിക്കുന്നത് 15 ദിവസം കൊണ്ട് അവർക്ക് ആണവായുധം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു പോയിന്റിൽ നിന്നാണ് ഇസ്രായേൽ ഈ ഒരു ആക്രമണം തുടങ്ങിയത് എന്നാണ് ഇസ്രായേൽ വളരെ വ്യക്തമായിട്ട് കോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 15 ദിവസം 408 കിലോഗ്രാം എൻറിച്ച്ഡ് യുറേനിയം ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന രീതിയിൽ ഇറാന്റെ പക്കലുണ്ട് എന്നുള്ളത് IAEA പറഞ്ഞിട്ടാണ് പുറം ലോകം അറിയുന്നത്. അപ്പൊ അങ്ങനെ 408 കിലോഗ്രാം ഉണ്ടെന്ന് IAEA കൺഫേം ചെയ്തതിനെ തുടർന്നാണ് ഈ കോലാഹലങ്ങളൊക്കെ നടക്കുന്നത്. ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഖമനേയി ഇനി ജീവിച്ചിരിക്കാം, അങ്ങ് പുറത്തു വന്ന് വളരെ ഫ്രീ ആയിട്ട് അങ്ങ് ജീവിച്ചിരിക്കാമെന്ന് ഇനി വിചാരിക്കേ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു എൻഡ് കാർഡ് ഇസ്രായേൽ മനസ്സിൽ കരുതിയിട്ടുണ്ട്. ആ എൻഡ് കാർഡ് വളരെ വ്യക്തമായിട്ട് അവർ മുന്നോട്ട് നീക്കുന്നുണ്ട്. ഖമനേയിയെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അത് അവർ ഓപ്പണായിട്ട് തുറന്ന് പറയാൻ ഒരു മടിയും കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഈ ആക്രമണങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാലും ഇസ്രായേലിന്റെ ഉള്ളിലൊക്കെ ഹോസ്പിറ്റൽ അറ്റാക്ക് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഗാസയിലുള്ള ആൾക്കാരൊക്കെ ആ ഒരു ബീർഷിബ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. ഇതേ ഗാസയിലുള്ള പാലസ്തീനികളും ഇതേപോലെ അണ്ടർഗ്രൗണ്ടിൽ ബങ്കറിന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ആർക്ക് വേണ്ടിയിട്ടാണോ ഇറാൻ ഇങ്ങനെ ഘോര പ്രസംഗിച്ചുകൊണ്ട് ഇങ്ങനെ പ്രോക്സികളെ വെച്ച് യുദ്ധം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ജനങ്ങൾക്കാണ് ചികിത്സ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതും കൂടി നമ്മൾ ഇതിനകത്ത് പറയേണ്ടതുണ്ട്. ഇനി അതിലുപരിയായിട്ട് ഈ യുദ്ധങ്ങളൊക്കെ ഇങ്ങനെ നടന്നാലും ഇസ്രായേലിന്റെ ഉള്ളിൽ 25 എത്രയോ മിസൈലുകൾ അവർ അയച്ചാലും തന്നെയും ഗാസയ്ക്കുള്ളിൽ ഇന്ന് 74 ട്രക്കുകൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ 49,000 എയ്ഡ് ബോക്സുകൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. 49,000 എയ്ഡ് ബോക്സുകൾ. ഗാസ ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ആവശ്യത്തിനുള്ള എയ്ഡ് ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് ഉള്ളിൽ എത്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് മിസൈൽ വരുമ്പോഴത്തേക്കും അവരുടെ ആഘോഷങ്ങളും സന്തോഷവും ഹാപ്പിനെസ് എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് എയ്ഡ് ഇസ്രായേൽ കൊടുക്കുന്നുണ്ട്, അത് നിർത്തിയിട്ടില്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇതിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ അമേരിക്കയുടെ നിലപാടിൽ അമേരിക്കൻ കോൺഗ്രസിനുള്ളിൽ ബെർണി സാൻഡേഴ്സ് അതേപോലത്തെ കുറേ പൊളിറ്റീഷ്യൻസ് കൃത്യമായിട്ട് ഈ ഇസ്രായേലുമായിട്ട് ചേർന്ന് ഒരു യുദ്ധത്തിന് പോകുന്നതിനെ എതിർക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തടയുന്നുണ്ട്. അതാണ് ട്രംപ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്കൻ കോൺഗ്രസിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വിയോജിപ്പ് അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറാന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്രൂഫ് ഉണ്ടോ, ആണവായുധം ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും പ്രൂഫ്? ഇസ്രായേൽ ഇപ്പൊ ഇത്രയും സ്ഥലങ്ങൾ അറ്റാക്ക് ചെയ്തല്ലോ, ഇത്രയും ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് സ്ഥാപനങ്ങളൊക്കെ അറ്റാക്ക് ചെയ്തല്ലോ. എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ വരുന്ന രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ന്യൂക്ലിയർ സബ്സ്റ്റൻസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം വരുന്നത്. ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ US കോൺഗ്രസിൽ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ തീരുമാനത്തിലാവും. പക്ഷേ പൊതുവിൽ ഇസ്രായേലിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ, ഇവര് ഈ 408 കിലോ IAEA ഡിക്ലെയർ ചെയ്തതിനു ശേഷം ഇവർക്ക് ഇത് സുഖമായിട്ട് മാറ്റാനുള്ള ടൈം ലൈൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇവർ ഏതെങ്കിലും ഒരു സിംഗിൾ യൂണിറ്റിൽ ഇതിനെ മാറ്റിയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ ഈ ഫാർദോ എന്ന് പറഞ്ഞ ഈ ഒരു ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്ലാൻ ആവാം എന്നാണ് ഇസ്രായേൽ ശക്തമായി ഡൗട്ട്ഫുൾ ആയിട്ട് പറയുന്നത്. ഇതിൽ ഡൗട്ട്ഫുൾ മാത്രമാണ്. അപ്പൊ ഇസ്രായേലിനും അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ വ്യക്തത വരുത്തിക്കൊണ്ട് ഈ ഫാർദോ എന്ന് പറഞ്ഞ ആ ഒരു ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്ലാന്റ് വിത്തിൻ 3 ഡേയ്സിൽ അറ്റാക്ക് ചെയ്യും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ. ഇത് നമ്മുടെ ഒരു മെയിൻ ചാനലാണ്. നമുക്കൊരു സെക്കൻഡറി ചാനൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇൻസൈറ്റ്സ് ഗ്ലോബൽ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. കാരണം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചാനൽ വേണം എന്നുള്ളത് വളരെ അനിവാര്യമാണ്. കാരണം ഇന്നത്തെ സൈബർ ലോകം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിക്കവറി ഓപ്ഷൻ വേണം എന്നുള്ള രീതിയിലാണ് ഒരു സെക്കൻഡറി ചാനലായിട്ട് അത് റൺ ചെയ്യുന്നത്. എല്ലാ ദിവസവും 2 ചാനലുകളിലും നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.